ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ട് ഞാൻ അടിപൊളി ഒരു സംഭവമാട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ പയറുണ്ടല്ലോ, പയറും കൂർക്കയും വെച്ചുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് മാത്രം മതിയുള്ളൂ നമുക്ക് ചോറ് കഴിക്കണം. ഇതിനകത്ത് ആ ഒരു മസാല ഉണ്ടല്ലോ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അത് മാത്രം വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഒരുപാട് വാചകം അടിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. വായോ. അപ്പൊ ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മാത്രമേ കൂർക്ക എടുത്തിട്ടുള്ളൂ. അത് ഒന്ന് കുക്കറിലിട്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പൊ ഈ കൂർക്കയൊക്കെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടെ ആണ് കേട്ടോ. ഇത് ഞാൻ കുറേ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. കൂർക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ കുക്കറിലിട്ട് ഒരൊറ്റ വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ കഴുകി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്ക് തൊലി ഇങ്ങനെ ഇളകി അങ്ങ് വരും കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ബുദ്ധിമുട്ടിയും തൊലി ചിരണ്ടി ഇടയ്ക്കൊന്നും വേണ്ട. അപ്പൊ ഇതെല്ലാത്തിന്റെ തൊലി ഒന്ന് എടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ദാണ്ട ഞാൻ എല്ലാത്തിനെയും തൊലിയൊന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട്, അതായത് ഒരുപാട് അങ്ങ് ചെറുതാക്കരുത്, ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഞാനിങ്ങനെ കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് കേട്ടോ. അതാണ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് ഞാൻ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് 3 എടുത്തിട്ടുള്ളൂ. ഇനി അത്യാവശ്യം വലിയൊരു തക്കാളി എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വെന്ത് വരണം. ആ തക്കാളിയുടെയൊക്കെ തൊലിയൊക്കെ ഇളകി വരുന്ന ഒരു പാകം ഉണ്ടല്ലോ, അതുവരെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പൊ ദാണ്ട ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതാണ്, തീ കുറച്ച് വെച്ചതാണ്. അപ്പൊ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ആ തൊലിയൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പൊ ദാണ്ട് ഞാൻ ആ തൊലിയൊക്കെ ഒന്ന് തക്കാളിയുടെ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ മേലത്തെ ഒരു ആ ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ വേവിച്ചെടുത്ത വറ്റൽമുളകും വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് കണക്കിന് അരയ്ക്കാം. അതുകൊണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ നമ്മുടെ പയറുണ്ടല്ലോ, ആ നീളം പയറ്, ആ പയറ് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് കണ്ടോ. കുറച്ച് മാത്രമേ പയർ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. ഇപ്പൊ ദാണ്ട ഞാനൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് അങ്ങ് വെന്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതുപോലെ വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചേക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, തക്കാളിയൊക്കെ, ആ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ആക്കാം. അപ്പൊ ആ മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടേ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് ഇരുമ്പിന്റെ കടായിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് ഇതിൽ പാചകം ചെയ്ത് കഴിക്കാൻ. നമ്മൾ നോൺ സ്റ്റിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ആ വ്യത്യാസം നല്ലപോലെ അറിയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ ഇരിക്കുന്ന ആ ഒരു ഇത് കളയാതിരിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ആ കൂർക്ക ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഇതുവരെയും ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഈ പയറും കൂർക്കയും കൊണ്ടല്ലോ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അടാറ് ടേസ്റ്റ് ആണ് കേട്ടോ. ചോറിനോട് ഇത് മാത്രം വെച്ച് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ അത് എൻ്റെ ഒരു താല്പര്യം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചുകറിയൊക്കെ ആവാം. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇത് അവിടെ നിന്ന് കുക്കായി വരട്ടെ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അണ്ട് ഇതുപോലെ ഇപ്പൊ ദാണ്ടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചെറിയൊരു നനവുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം ഇട്ട് വേവിക്കാം. അപ്പൊ ഞാൻ ദാണ്ടെ ഈ ഒരു പരുവത്തിന് അങ്ങ് എടുക്കുകയാണ്. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ നേരത്തെ. അപ്പൊ ദാണ്ടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതുപോലെ ഒന്ന് വെക്കാം. കുറച്ച് സമയം അവിടെ നിന്ന് ചൂടാറി വരട്ടെ. ഫ്ലെയിം ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്.
ദാണ്ടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കിയില്ലേ നമ്മള്. ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടുമില്ല. ആവശ്യത്തിന് കുറച്ച് എണ്ണയില് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും ഈ പയറ് കിട്ടുമ്പോഴെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സാധാരണ രീതിയിൽ തോരൻ വെക്കും അല്ലെങ്കിൽ മെഴുക്കുവരട്ടി വെക്കും. പക്ഷെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടാവും. ഈ സംഭവം കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല ചൂടാണ്, ചൂടോടെ ഞാൻ എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പൊ ഇനി ഒരു റെസിപ്പി വീണ്ടും വീണ്ടും കാണാം. അതുവരേക്കും